മുസ്ലിം ലീഗിനും കോൺഗ്രസിനുമെതിരെ രൂക്ഷ വിമർശനവുമായാണ് കഴിഞ്ഞ ദിവസം INL സംസ്ഥാന ജനറൽ സെക്രട്ടറി കാസിം ഇരിക്കൂർ ഫേസ്ബുക്ക് കുറിപ്പുമായി രംഗത്തു വന്നത്. നേതാവിന്റെ പ്രതികരണം ഇങ്ങനെയാണ്: രാഷ്ട്രീയമായി വിയോജിപ്പുകളുണ്ടെങ്കിലും ഒരു കാര്യം അംഗീകരിക്കുന്നു. മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് PMA സലാം അതിരസികനാണ്. ആഗതമായ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിന് 4 സീറ്റ് അനുവദിച്ചു കിട്ടുകയാണെങ്കിൽ അതിൽ 2 എണ്ണം വനിതകൾക്ക് നൽകും എന്ന് തട്ടിവിട്ടാണ് ഈയിടെ ആലപ്പുഴയിലെ ഒരു ചടങ്ങിൽ സലാം മലയാളികളെ മൊത്തം ചിരിപ്പിച്ചത്. 4 പോയി 3 എണ്ണം പോലും വിലപേശി വാങ്ങാൻ കഴിയാതെ നാണം കെട്ടിരിക്കുമ്പോഴാണ് 25 നിയമസഭാ സീറ്റ് കിട്ടിയപ്പോൾ പോലും ജയിക്കുന്ന ഒരു സീറ്റ് സ്ത്രീകൾക്ക് കൊടുക്കാൻ വിശാല മനസ്കത കാട്ടാത്ത പാർട്ടി കയത്തിൽ വീണുപോയ ഇരുമ്പു കോടാലി തിരിച്ചു കിട്ടാൻ സ്വർണ്ണ കോടാലി നേർച്ച നേരുന്നത്. 1967 EMSന്റെ പാർട്ടി വകവെച്ചു നൽകിയ 2 സീറ്റിന്റെ കൂടെ ഒന്നുകൂടി നൽകാൻ അരനൂറ്റാണ്ടിനു ശേഷവും കോൺഗ്രസ് മുത്തശ്ശി എന്തുകൊണ്ട് കനിയുന്നില്ല? ഇടതുപക്ഷത്ത് CPIക്ക് 4 സീറ്റ് നൽകാൻ CPM തയ്യാറാകുമ്പോൾ തങ്ങളാണ് UDFന്റെ നട്ടല് എന്ന് അവകാശപ്പെടാറുള്ള കുഞ്ഞാലിക്കുട്ടിയും സലാമുമൊക്കെ എന്തിനു ജീവച്ഛവമായ കോൺഗ്രസിനു മുന്നിൽ നിരുപാധികം കീഴടങ്ങണം? ഇവിടെയാണ് മുസ്ലിം ലീഗ് നേതൃത്വത്തിന്റെ കൊള്ളരുതായ്മ ചർച്ച ചെയ്യപ്പെടേണ്ടി വരുന്നത്. ഇരുളുറഞ്ഞ വർത്തമാനകാല ഇന്ത്യ നവസ്ഥയെക്കുറിച്ച് മനസ്സിരുത്തി ചിന്തിക്കുമ്പോൾ അറിയാതെ കണ്ണു നിറഞ്ഞു പോകുന്നത് തങ്ങൾ നേരിടുന്ന വെല്ലുവിളികളെ കുറിച്ചുള്ള ബോധം പോലും നഷ്ടപ്പെട്ട 20 കോടി മുസ്ലിങ്ങളുടെ ഭാവി എന്ത് എന്ന ചോദ്യത്തിന് വിദൂരതയിൽ പോലും ഉത്തരം തെളിയാത്തതുകൊണ്ടാണ്. ബാബറിയാനന്തര സംഭവ വികാസങ്ങൾ ഏത് സമാധാനകാംക്ഷിയെയാണ് ഭീതിപ്പെടുത്താത്തത്? ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സാദിഖ് അലി തങ്ങളുടെ അവധാനത തൊട്ടുതീണ്ടാത്ത വിവാദ പ്രസംഗത്തിനുള്ള പ്രതികരണമെന്നോണം സംഘപരിവാർ ജിഹ്വ ജന്മഭൂമി എഴുതിയ മുഖപ്രസംഗം തുടങ്ങുന്നത് ശ്രദ്ധിച്ചില്ലേ? അയോധ്യയിൽ രാമക്ഷേത്രം യാഥാർത്ഥ്യമായതോടെ ആശ്ചര്യകരമായ മാറ്റങ്ങളാണ് രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതെ, ഹിന്ദുത്വ ശക്തികളുടെ രക്തദാഹം ശമിപ്പിക്കുന്ന മാറ്റങ്ങളാണ് കെട്ടഴിഞ്ഞു വീണുകൊണ്ടിരിക്കുന്നത്. മുസ്ലിം ലീഗ് നേതൃത്വം ഒരു പ്രത്യേക മാനസികാവസ്ഥയിലേക്ക് എടുത്തെറിയപ്പെട്ടതായി സൂക്ഷ്മ നിരീക്ഷണത്തിൽ വായിച്ചെടുക്കാം. ശത്രുവിനോടുള്ള വിധേയത്വം മാത്രമാണ് ഇനി രക്ഷപ്പെടാനുള്ള വഴി എന്ന ചിന്തയിൽ നിരർത്ഥകമായ വാദങ്ങൾ മുന്നോട്ട് വെക്കാൻ പണ്ഡിതന്മാർ പോലും ഉദ്യുക്തരാവുന്നു. 1949 ഡിസംബർ 22 രാത്രി ഇശാ നമസ്കാരം കഴിഞ്ഞ് അടച്ചുപൂട്ടിയ പള്ളിയിൽ പിറ്റേന്ന് പുലർച്ചെ വിഗ്രഹം പ്രത്യക്ഷപ്പെട്ടത് അവിടെയാരും നമസ്കരിക്കാത്തത് കൊണ്ടാണെന്ന സിദ്ധാന്തം വൈറലാവുന്ന ഒരു കാലം ആശയകാലുഷ്യത്തിൻ്റെതാണ്. 2024 ജനുവരി 22 തുറക്കപ്പെട്ട ജാനുസിന്റെ കവാടത്തിലൂടെ കടന്നുവരുന്ന മുസീബത്തുകളെ തടുക്കാൻ രാഷ്ട്രീയമായോ ദൈഷ്ണികമായോ സാമ്പത്തികമായോ 20 കോടി മുസ്ലിങ്ങൾ സജ്ജരല്ല. മാത്രമല്ല, വരാനിരിക്കുന്ന ദുരന്ത പരമ്പരയെ കുറിച്ചു കൂടിയിരുന്ന് ഒന്ന് ചർച്ച ചെയ്യാൻ പോലും പ്രാപ്തരായ നേതൃത്വത്തിന്റെ അഭാവം നട്ടുച്ച നേരത്തും കൂരിരുട്ട് പരത്തുകയാണ്. ഒരു വേള ബാബരി കേസ് ശക്തമായി വാദിക്കാൻ ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലാ ബോർഡ് ത്രാണി കാട്ടിയിരുന്നു. മുസ്ലിങ്ങൾക്ക് രാഷ്ട്രീയ ദിശാബോധം നൽകാൻ ഒരു പരിധിവരെയെങ്കിലും ഓൾ ഇന്ത്യ മജ്ലിസ് മുഷാവറയ്ക്ക് സാധിച്ചിരുന്നു. ന്യൂനപക്ഷങ്ങളുടെ ജീവിതാവസ്ഥയെക്കുറിച്ച് താല്പര്യവും ബോധവുമുള്ള നിസ്വാർത്ഥരായ ഒരു പിടി നേതാക്കളുണ്ടായിരുന്നു അക്കാലത്ത്. ബാബരി പള്ളിയോടൊപ്പം തകർക്കപ്പെട്ട ഒരു നേതൃനിരക്കു പകരം വിവരവും ദീർഘവീക്ഷണവുമുള്ള ഒരു തലമുറ കടന്നു വന്നില്ല എന്നു മാത്രമല്ല, തീവ്ര ചിന്താഗതിക്കാരും സിഗ്മ പേറുന്നവരുമാണ് ഇപ്പോൾ അരങ്ങുവാഴുന്നത്. ന്യൂനപക്ഷങ്ങളുമായി ബന്ധപ്പെട്ട ഏത് വിഷയം വന്നാലും ദേശീയ മാധ്യമങ്ങൾ അഭിപ്രായമാരായുക ഹൈദരാബാദിലെ മജ്ലിസ് നേതാവ് സലാഹുദ്ദീൻ ഒവൈസിയോടാണ്. അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടും ചൊല്ലും ചെയ്തിയും വിവേകത്തിന്റെയോ അവധാതയുടെയോ അല്ല എന്ന് എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം BJPക്കാണ് ഗുണം ചെയ്യുന്നതെന്ന് അനുഭവങ്ങളിൽ നിന്ന് നാം പഠിച്ചതാണ്. ഒരു വേള ഇബ്രാഹിം സുലൈമാൻ സേട്ടുവും GM ഭനാത് വാലയുമൊക്കെയായിരുന്നു പാർലമെന്റിനകത്തും പുറത്തും ന്യൂനപക്ഷങ്ങൾക്കു വേണ്ടി വാദിച്ചതും പോരാടിയതും. സേട്ടിന്റെ ആത്മാർത്ഥത തുളുമ്പുന്ന വാഗ്ധാരണി ഗ്രീഷ്മാവർഷത്തിലെ ഇടിമുഴക്കമായി ഇന്ത്യൻ രാഷ്ട്രീയ സദസ്സിൽ പ്രതിധ്വനിച്ചിരുന്നു. അതുകേട്ട് രാഷ്ട്രീയ ഘടാഘടിയന്മാർ പോലും ഞെട്ടിയിട്ടുണ്ട്. ഇവർക്ക് പകരം അരങ്ങത്തേക്ക് കയറി വന്നവരുടെ നിലപാടും നിലവാരവും പാർലമെന്റിനകത്തും പുറത്തും നാം കാണുന്നുണ്ട്. ബാബരിയുടെ മണ്ണിൽ രാമക്ഷേത്രം ഉയർന്നതോടെ ജ്ഞാൻവാബി മസ്ജിദിന്റെ അടിത്തറ മാന്താൻ തുടങ്ങി.
ഇതുവരെ പിന്നിൽ നിന്ന് കളിച്ച UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഇനി പിടിച്ചെടുക്കാനുള്ളത് കാശിയിലെയും മധുരയിലെയും പള്ളികളാണെന്ന് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഭൂരിപക്ഷ അതിശയത്വം അരക്കിട്ടുറപ്പിച്ചു കഴിഞ്ഞു. ഇനി ഏതു പള്ളി തകർക്കപ്പെട്ടാലും സംയമനം പാലിക്കാനും സമാധാനത്തിന്റെ പൂത്തിരി കത്തിക്കാനും മാത്രമേ ആഹ്വാനമുയരൂ എന്ന് ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട്. കുത്താൻ വരുന്ന പോത്തിനോട് വേദമോദിയിട്ട് ഫലമില്ല എന്ന് വരുമ്പോൾ പോത്തിനെ തല്ലിയോടിക്കാൻ എന്താണ് പോംവഴി എന്ന് ചിന്തിക്കുന്നതിനു പകരം പോത്തിനെ തല്ലുന്നതിൽ രണ്ടുണ്ട് ഗൗല് എന്ന് പറഞ്ഞ് അനുയായികളെ ആശയക്കുഴപ്പത്തിലാക്കുന്ന മതനേതൃത്വമാണ് രാജ്യത്തുടനീളമുള്ളതെന്ന് പറയാതെ വയ്യ. വർഗീയ ഫാസിസ്റ്റുകൾക്ക് വേണ്ടിയും വക്കാലത്ത് പിടിക്കുന്നവരാണ് കൂടുതൽ. ഏക സിവിൽ കോഡ് ന്യൂനപക്ഷങ്ങളുടെ തലയ്ക്കു മുകളിൽ തൂങ്ങിക്കിടക്കുന്ന ഡെമോക്ലീസിന്റെ വാളാണ് എന്ന് മുസ്ലിം സമൂഹത്തെ നിരന്തരം ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്ന സുലൈമാൻ സേട്ട് ഇന്ന് നമ്മളോടൊപ്പം ഇല്ലാത്തതുകൊണ്ട് ഉത്തരാഖണ്ഡിൽ യൂണിഫോം സിവിൽ കോഡ് നടപ്പാക്കിയപ്പോൾ വാവിട്ടു കരയാൻ പോലും ഇവിടെ ആരുമുണ്ടായിട്ടില്ല. എല്ലാം കൈവിട്ട ശേഷം പ്രതിഷേധവും പ്രകടനവും നടത്തിയിട്ട് യാതൊരു കാര്യവുമില്ല. ഡൽഹി മെഹ്റോളിയിലെ പള്ളിയും മദ്രസയും തകർത്ത അതേ അസുര ശക്തികളാണ് ഉത്തരാഖണ്ഡിലെ ഹൽദ്വാനിൽ അനധികൃത ഭൂമിയിൽ എന്ന് പറഞ്ഞ് ബുൾഡോസർ ഉപയോഗിച്ച് മദ്രസ തകർക്കുകയും ഷൂട്ട് അറ്റ് സൈറ്റ് പ്രഖ്യാപിക്കുകയും ചെയ്തത്. ഇതിനകം 4 പേരാണ് മരിച്ചു വീണത്. അവർ മുസ്ലിങ്ങളാവാനേ തരമുള്ളൂ. കൂട്ടമരണങ്ങളുടെ വർത്തമാനമാണ് ഇനി കേൾക്കാൻ പോകുന്നത്. എഴുത്തുകാരിയും ചിന്തകയുമായ ദേവിക ദേവു മുന്നറിയിപ്പ് നൽകിയതുപോലെ സംഘപരിവാർ ആയുധങ്ങൾക്ക് മൂർച്ച കൂട്ടുകയാണ്. മുസ്ലിങ്ങളെ കൂട്ടക്കൊല ചെയ്യാൻ വേണ്ടി. അതിന്റെ തുടക്കമാവാതിരിക്കട്ടെ ഈ ഷൂട്ട് അറ്റ് സൈറ്റ് എന്ന് നേതാവ് ഫേസ്ബുക്കിൽ കുറിച്ചു. സത്യത്തിൽ BJPയുടെ നരനായാട്ടിനു മുന്നിൽ വിറങ്ങലിച്ചു നിൽക്കുകയാണ് ഇന്ന് ഇന്ത്യ. ഒരക്ഷരം പോലും ഉരിയാടാൻ ആർക്കും കഴിയുന്നില്ല. എല്ലാവരുടെയും വായടപ്പിച്ചിരിക്കുകയാണ് BJP.